ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസ് ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആഴമായ സ്നേഹവും പരസ്പര പങ്കുവെക്കലുമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം. ക്രിസ്തുവിന്റെ ജനനം തന്നെ സമാധാനത്തിന്റെ സന്ദേശമാണ്. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവപുത്രനായ ഈശോയ്ക്കായിരിക്കണം നാം പ്രാധാന്യം നൽകേണ്ടത്. യേശുവിനെ മാറ്റി നിർത്തി ആഘോഷങ്ങൾക്കും ആഡംബരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമാണ് നാം പ്രാധാന്യം നൽകുന്നതെങ്കിൽ ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്തുമസായി അവശേഷിക്കും. ജനിക്കാൻ രാജകൊട്ടാരങ്ങളോ മണിമാളികകളോ തിരഞ്ഞെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ലോ ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചത്. പിന്നെയോ അധികാരങ്ങളുടെയും സമ്പന്നതയുടെ ഇടയിൽ ജനിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ആട്ടിടയന്മാർ ശൂന്യമായ കൈകളോടെയാണ് യേശുവിനെ സന്ദർശിക്കാൻ എത്തിയത്. എങ്കിലും തിരിച്ചു പോകുമ്പോൾ അവർ സുവിശേഷത്തിന്റെ ഭാഗമായി തീർന്നിരുന്നു. യേശു നമ്മുടെ കൈകളിലേക്കല്ല, ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ക്രിസ്തുമസ് നമ്മളിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരവും കൂടിയാണ്. നന്ദി. ജയ് ക്രൈസ്റ്റ്.